ഓം നമഃ ശിവായ. എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നാം ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ട് പോലും മുഴുവൻ പറയാനാവില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ഗുളികകാലം, രാഹുകാലം, യമകണ്ഠകകാലം എന്നിവയെക്കുറിച്ചാണ്. ഈ സമയങ്ങൾ ശുഭകാര്യങ്ങൾ തുടങ്ങാൻ അനുയോജ്യമല്ല. വരാനിരിക്കുന്ന വീഡിയോകളിൽ അഭിജിത്ത് മുഹൂർത്തം പോലുള്ള ശുഭസമയങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കും. സമയങ്ങളെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളാണ്. മഹാദേവൻ ഇതിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യവും അവൻ നേരിടാൻ കഴിയുന്ന തരത്തിൽ അവനെ ശക്തനാക്കുക എന്നതാണ് മഹാദേവന്റെ കൃപ. മഹാദേവൻ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം നമ്മുടെ ചിന്താശേഷിയാണ്. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അത്. ഭക്തിയിലൂടെ മഹാദേവൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും വിഷമങ്ങളെ നേരിടാനുള്ള മനക്കരുത്ത് നൽകുകയും ചെയ്യുന്നു. ഒരു പക്ഷി മരത്തിന്റെ ചെറിയ ശാഖയിൽ ഇരിക്കുന്നത് ശാഖയെ വിശ്വസിച്ചല്ല, സ്വന്തം ചിറകുകളെയാണ് അവൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മഹാദേവൻ നമ്മളെയും നമ്മുടെ അകത്തെ ശക്തിയെയും വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഓരോ സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകൾ കാണാൻ സാധിക്കാത്തവർക്ക് അവയിലെ പ്രധാന ഉള്ളടക്കം താഴെ ചേർക്കുന്നു. വാസുകി സമുദ്രമഥനത്തിൽ മന്ദരപർവ്വതം ചുറ്റിയ ദൈവിക നാഗം, ത്യാഗത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകം. തക്ഷകൻ ഭയവും പ്രതികാരവും നീതിയും ഒരുമിപ്പിക്കുന്ന ശക്തനായ നാഗരാജൻ. കാർക്കോടകൻ മന്ത്രശക്തിയുടെയും വിഷപ്രഭാവത്തിൻ്റെയും പ്രതീകം. ഐരാവതൻ മേഘങ്ങളുമായും വൃഷ്ടിയുമായും ബന്ധപ്പെട്ട നാഗൻ. പത്മൻ മഹാപത്മൻ ഭൂഗർഭ നിധികളുടെയും സമൃദ്ധിയുടെയും കാവൽക്കാർ. ശംഖപാലൻ ധർമ്മവും സംരക്ഷണവും പ്രതിനിധീകരിക്കുന്ന ശാന്തസ്വഭാവ നാഗൻ. കാർക്കോടകൻ മന്ത്രശക്തിയുടെയും വിഷപ്രഭാവത്തിൻ്റെയും പ്രതീകം. കുലികൻ നാഗരാശിയുടെ അവസാനവും കാലത്തിന്റെ ചലനവും സൂചിപ്പിക്കുന്ന നാഗൻ. ഈ അഷ്ടനാഗങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് നാഗാരാധനയുടെ പൂർണ്ണത. മാനസാദേവി നാഗലോകത്തിന്റെ അധിപതിയും സർപ്പവിഷത്തിൽ നിന്നുള്ള രോഗങ്ങളെ ശമിപ്പിക്കുന്ന ദേവിയും. സംരക്ഷണത്തിന്റെയും മാതൃകരുണയുടെയും പ്രതീകം. ഭക്തിക്ക് അനുസരിച്ച് ശാപവും അനുഗ്രഹവും നൽകുന്ന ശക്തിസ്വരൂപിണി. എന്താണ് ഈ അശുഭകാലങ്ങൾ? ഹിന്ദു ജ്യോതിഷ ശാസ്ത്രത്തിൽ സമയം എന്നത് വെറും ഘടികാര സൂചികയല്ല, ഗ്രഹങ്ങളുടെ സ്വാധീനത്തോടെ രൂപപ്പെടുന്ന ഒരു ഊർജാവസ്ഥയാണ്. അതിനാൽ ഓരോ ദിവസത്തിലും ചില പ്രത്യേക സമയങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് കണക്കാക്കപ്പെടുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാലഘട്ടങ്ങളാണ് രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകകാലം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉള്ള പകൽ സമയത്തെ ഗ്രഹനിലയും ആഴ്ചാദിനക്രമവും അനുസരിച്ച് 8 തുല്യഭാഗങ്ങളായി വിഭജിച്ചാണ് ഈ കാലങ്ങൾ നിർണയിക്കുന്നത്. എന്താണ് രാഹുകാലം?
ഒരു ദിവസത്തിലെ ഏറ്റവും മോശമായ കാലം എന്ന നിലയിലാണ് രാഹുകാലം കണക്കാക്കപ്പെടുന്നത്. രാഹുവിൻ്റെ ശക്തമായ ദോഷസ്വാധീനം ഈ സമയത്ത് സജീവമാകുന്നു എന്നാണ് വിശ്വാസം. ചരിത്രവും പുരാണ പശ്ചാത്തലവും. പുരാണങ്ങൾ പ്രകാരം രാഹു ഒരു ഛായാഗ്രഹം ആണ്. ദേവാസുര സമുദ്രമഥന സമയത്ത് അമൃത കുടിച്ച രാഹുവിൻ്റെ തല വിഷ്ണു ചക്രം കൊണ്ട് വേർപെടുത്തി. എങ്കിലും അമൃതസ്പർശമുണ്ടായതിനാൽ തലഭാഗം രാഹുവായും ശരീരം കേതുവായും ആകാശത്ത് നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. പ്രാധാന്യവും പ്രായോഗിക വിശ്വാസവും. രാഹുകാലത്ത് ആരംഭിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടാം. തീരുമാനങ്ങൾ തെറ്റായ ദിശയിലേക്ക് പോകാം. ഫലം ലഭിക്കാതെ നീണ്ടു നിൽക്കാം. അതിനാൽ പുതിയ ബിസിനസ്, ദീർഘയാത്ര, വിവാഹം, ഗൃഹപ്രവേശം, സാമ്പത്തിക ഇടപാടുകൾ ഇവയെല്ലാം രാഹുകാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താണ് ഗുളികകാലം? ശനി ഭഗവാന്റെ മാനസപുത്രനായ കണക്കാക്കപ്പെടുന്ന ഗുളികന്റെ സ്വാധീനമുള്ള സമയമാണ് ഗുളികകാലം. ഇത് മന്ദഗതിയും ആവർത്തന സ്വഭാവവും പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകത: മറ്റ് അശുഭകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുളികകാലത്തിന് ഒരു അദ്വിതീയ സവിശേഷതയുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് വിശ്വാസം. ഒഴിവാക്കേണ്ടത്: മൃതദേഹം സംസ്കരിക്കൽ, പിന്നെയും മരണം വന്നാലോ എന്നുള്ള ഭയമാണ്. കടം കൊടുക്കൽ, ഒരിക്കൽ കടം കൊടുത്താൽ പിന്നീടും കടം കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്ത. കേസ് ഫയൽ ചെയ്യൽ, പിന്നീടും കേസുകൾ വരാം. രോഗചികിത്സ ആരംഭിക്കൽ, പിന്നീടും രോഗങ്ങൾ വരാം. ഇവ വീണ്ടും സംഭവിക്കുന്ന ഭയമാണ് ഇതിന് കാരണം. ചിലർ അനുകൂലമായി കാണുന്നത് നല്ല ശീലങ്ങൾ തുടങ്ങാൻ, പഠനം, മന്ത്രജപം തുടങ്ങിയ ആവർത്തന പ്രവൃത്തികൾ. എങ്കിലും പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് ഗുളികകാലം ഒഴിവാക്കുന്നതാണ് പതിവ്. യമകണ്ഠകകാലം. മരണദേവനായ യമധർമ്മന്റെ പുത്രനായ യമകണ്ഠകന്റെ സ്വാധീനകാലമാണിത്. ജ്യോതിഷത്തിൽ ഇത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. വിശ്വാസം: യമകണ്ഠക സമയത്ത് നാശം, നഷ്ടം, തടസ്സം എന്നിവയുടെ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിശ്വാസം. പ്രാധാന്യം: പുതിയ സംരംഭങ്ങൾ, ജോലിയിൽ പ്രവേശനം, വലിയ തീരുമാനങ്ങൾ ഇവയെല്ലാം ഈ സമയത്ത് ആരംഭിച്ചാൽ അപ്രതീക്ഷിതമായി നാശനഷ്ടങ്ങൾ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. മനുഷ്യജീവിതത്തിലെ പ്രാധാന്യം. ഇവയുടെ ഓരോ ദിവസത്തെയും സമയങ്ങൾ സാധാരണ കലണ്ടറുകളിലോ പഞ്ചാംഗത്തിലോ കാണാൻ സാധിക്കും. എന്നാൽ സ്ഥലത്തിനനുസരിച്ച് സൂര്യോദയ സമയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഈ കാലങ്ങളുടെയും സമയങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ഇവ സൂര്യോദയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർണയിച്ചിരിക്കുന്നത്. സമാപനം: ഈ അശുഭകാലങ്ങൾ ഭയപ്പെടാനുള്ളതല്ല, മറിച്ച് സൂക്ഷ്മതയോടെ സമയം തിരഞ്ഞെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായ പ്രവർത്തനങ്ങൾ, ഭക്ഷണം, ജോലി, പഠനം ഇവ നടത്തുന്നതിന് ദോഷമില്ല. ജ്യോതിഷം പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ശുഭസമയം തിരഞ്ഞെടുത്താൽ മനസ്സിനും പ്രവൃത്തിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും. സാരോപദേശം: ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മഹാദേവൻ എൻ്റെ ഉള്ളടക്കം മുഴുവൻ കാണുന്നു. മനസ്സിലും ഹൃദയത്തിലും എല്ലാം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് കൂടുതൽ അറിവ് ആവശ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ സമ്പൂർണ്ണതയിലേക്കുള്ള വഴി. ഓം നമഃ ശിവായ. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം കാണുമ്പോൾ കാണണം. ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും ആണ്. ഓം നമഃ ശിവായ. സനാതനധർമ്മം, ദൈവം, ദേവിമാരും വിവാഹങ്ങളും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വീഡിയോ ആണ്. മഹാദേവന്റെ രൂപങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ, യോഗയുമായി ബന്ധപ്പെട്ടത്, ഗംഗാ അവതരണം ആൻഡ് സപ്തഗംഗാ നദികളും, ഗംഗയും 7 പോഷക നദികളും, മഹാദേവന്റെ ശരീരത്തിലെ നാഗശക്തികൾ, മഹാദേവൻ ആത്മീയ യാത്ര, സപ്തഗംഗയും മനുഷ്യ ശരീരത്തിലെ 7 നദികളും. ഓം നമഃ ശിവായ. താഴെ പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ്. ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഏറ്റുമാനൂരപ്പൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു.
ഓം നമഃ ശിവായ. അഭിജിത്ത് മുഹൂർത്തം, ശുഭകാര്യങ്ങൾ ചെയ്യാൻ അനുയോജ്യമായ സമയം. അഷ്ടവസുക്കൾ അല്ലെങ്കിൽ അഷ്ടദിക്പാലകൻ, മഹാബലിയും കുമ്മാട്ടിയുമായുള്ള ബന്ധം. എന്തുകൊണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുമ്പോൾ ദോഷം വരുന്നതായി തോന്നുന്നത്? ദേവന്മാരും അസുരന്മാരും ഒരു എത്തിനോട്ടം. ഇനി മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നും ഓം നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ശ്വാസം വിടുക. ഇത് 3 തവണ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ശ്രമിച്ചു നോക്കുക. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസാണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഇനി 30 സെക്കൻഡ് ഭക്തിയോട് കൂടിയ യോഗ തുടങ്ങാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അടുത്ത വീഡിയോയിൽ ജ്യോതിഷത്തിലേറെ പ്രാധാന്യമുള്ള അഭിജിത്ത് മുഹൂർത്തം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഈ കാലങ്ങൾ എന്താണ്, എങ്ങനെ കണക്കാക്കുന്നു, അവയുടെ പ്രത്യേകതകളും പ്രാധാന്യവും എന്താണെന്നതും വിശദീകരിക്കും. ദൈനംദിന ജീവിതത്തിൽ ഇവയെ എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കാമെന്നതും കൂടി മനസ്സിലാക്കാം. അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.